നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകം തകരാറിലായതിനെ തുടർന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ തുടരുന്ന ഇന്ത്യൻ വംശജയായ അമേരിക്കൻ ബഹിരാകാശ യാത്രിക സുനിത വില്യംസിന്റെയും വിൽമോർ ബുച്ചിന്റെയും തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. സ്റ്റാർലൈനറിൽ തന്നെയുള്ള ഇരുവരുടെയും മടങ്ങിവരവിന്റെ സാധ്യത നാസ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാനിരിക്കെ ഇരുവരുടെയും മടങ്ങിവരവിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സഹായിക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് ISRO ചെയർമാൻ S സോമനാഥ്. ബീർ ബൈസെപ്സിന്റെ പോഡ്കാസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തുവന്നത്. നിലവിലെ സാഹചര്യത്തിൽ ISROയ്ക്ക് നേരിട്ടുള്ള സഹായം നൽകാൻ സാധിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബഹിരാകാശത്തേക്ക് ചെന്ന് സുനിതയെ രക്ഷിക്കാനുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റും നമുക്കില്ല എന്ന് ISRO ചീഫ് വ്യക്തമാക്കി. റഷ്യയ്ക്കും US-നും മാത്രമേ സുനിതയെയും ബുച്ചിനെയും തിരിച്ചു വരുന്നതിൽ സഹായിക്കാൻ പറ്റുകയുള്ളൂന്ന് സോമനാഥ് പറഞ്ഞു. US-ന്റെ പക്കൽ ക്രൂ ഡ്രാഗണും റഷ്യയുടെ പക്കൽ സോയൂസും ഉണ്ടെന്നും ഇതിലേതെങ്കിലും ഉപയോഗിച്ച് ഇരുവരെയും തിരിച്ചെത്തിക്കാമെന്നും അദ്ദേഹം വിശദമാക്കി. സ്റ്റാർലൈനർ പേടകത്തിനും ബഹിരാകാശത്തുള്ള 2 യാത്രികർക്കും നിലവിൽ ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നമുള്ളതായി വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ അന്യഗ്രഹ ജീവികളെ കുറിച്ചും അദ്ദേഹം ഇതിൽ പ്രതികരിക്കുകയുണ്ടായി. അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് അതിനെ തള്ളിക്കളയാതെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. 100% ഏലിയൻസ് ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കൂടാതെ അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം മനുഷ്യന് അപകടമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം പങ്കിടുന്നുണ്ട്. അന്യഗ്രഹ ജീവികളുമായി മനുഷ്യർ ഇതുവരെ സമ്പർക്കം പുലർത്താത്തതിൽ സന്തുഷ്ടനാണെന്ന് ISRO മേധാവി S സോമനാഥ് കൂട്ടിച്ചേർത്തു. ഭൂമിയിലെ ജീവൻ ഒരു പൊതു പൂർവികനിൽ നിന്നാണ് പരിണമിച്ചതെന്നും അന്യഗ്രഹ ജീവികൾ വ്യത്യസ്തമായ ജനിതക പ്രോട്ടീൻ ഘടനകൾ ഉള്ളവരായിരിക്കാമെന്നും ഇതിന് കാരണമായി S സോമനാഥ് ചൂണ്ടിക്കാട്ടി. അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം ചിലപ്പോൾ അപകടകരമാകുമെന്നും ഒരു ജീവിത രീതി മറ്റൊന്നിൽ ആധിപത്യം സ്ഥാപിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അന്യഗ്രഹ ജീവികളെ കുറിച്ച് കൂടുതൽ അറിയാൻ നിരവധി പേർ ശ്രമിക്കാറുണ്ട്. മനുഷ്യരെ പോലുള്ള ജീവികൾ അന്യഗ്രഹത്തിൽ ഉണ്ടാകുമോ എന്നതാണ് സംബന്ധിച്ച സംശയം ഇതിന് പിന്നിൽ. അന്യഗ്രഹത്തിൽ ജീവൻ തേടുന്നത് ശാസ്ത്രലോകത്തിന്റെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ്. കൂടാതെ മറ്റു ഗ്രഹങ്ങളിൽ ഭൂമിക്ക് സമാനമായ സാഹചര്യമുണ്ടോ, ഭൂതകാലത്ത് എപ്പോഴെങ്കിലും ജീവൻ നിലനിന്നിരുന്നോ, ഇതിന്റെ സാധ്യതകൾ എന്നിവയ്ക്കുള്ള ഉത്തരങ്ങളും ശാസ്ത്രലോകം തേടുന്നുണ്ട്. സ്ഥിരീകരണമില്ലെങ്കിലും പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകണമെന്നും അവർ മനുഷ്യരെക്കാൾ 1000 വർഷങ്ങളുടെ പുരോഗമനം ചിലപ്പോൾ കൈവരിച്ചിട്ടുണ്ടാകുമെന്നും S സോമനാഥ് അഭിപ്രായപ്പെടുന്നു. അന്യഗ്രഹ ജീവികൾ തീർച്ചയായും ഭൂമിയിലേക്ക് എത്തിയിരിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ചിലപ്പോൾ ഈ പരിപാടി പോലും അവർ കാണുന്നുണ്ടാകാം. നമ്മേക്കാൾ 1000 വർഷം പുരോഗമനപരമായ ഒരു സമൂഹമോ അന്യഗ്രഹ വ്യവസ്ഥിതിയോ ഉണ്ടാകും. അവർ നമ്മുടെ പോഡ്കാസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ടാകാം. നമ്മളെക്കാൾ ആയിരക്കണക്കിന് വർഷങ്ങൾ മുന്നിലാണെങ്കിൽ അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. എന്നിരുന്നാലും ഒരിക്കലും അവരുമായി സമ്പർക്കം പുലർത്തരുതെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം മനുഷ്യരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പരിണമിച്ചിരിക്കുന്നു അന്യഗ്രഹ ജീവികളുടെ ജനിതക ഘടന. അത് നമുക്ക് വിനാശകരമാകുമെന്നും അദ്ദേഹം പറയുന്നു.